ഹലോ ഓൾ, ഇന്ന് നമ്മളിവിടെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിലെ ഒരു പ്രോഗ്രാമിംഗ് എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ക്രിയേറ്റ് എ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ. റൈറ്റ് എ ജാവ പ്രോഗ്രാം that computes the average of n positive numbers given as command line arguments. Raise the exception invalid number exception on reading a negative number or 0 as input. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആവറേജ് ഓഫ് എൻ പോസിറ്റീവ് നമ്പേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് സീറോയോ നെഗറ്റീവ് നമ്പേഴ്സോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കാണിക്കണം? ഇൻവാലിഡ് നമ്പർ എന്നുള്ള എക്സെപ്ഷൻ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ ജാവയിലുള്ള ഡിഫറെൻറ്റ് എക്സെപ്ഷൻസ് കണ്ടു. അരിത്മെറ്റിക് എക്സെപ്ഷൻ, അറേ ഇൻഡെക്സ്, ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ, അതെല്ലാം ജാവയിൽ ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ടുള്ള എക്സെപ്ഷൻസാണ്. അപ്പോൾ ഇവിടെ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷനാണ്. അത് നമ്മളാണ് എക്സെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യും, എങ്ങനെ പ്രോഗ്രാം വരുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയുന്ന പോർഷൻ ആദ്യം ചെയ്യാം. റൈറ്റ് എ ജാവ പ്രോഗ്രാം ദാറ്റ് കമ്പ്യൂട്ട്സ് ദ ആവറേജ് ഓഫ് n പോസിറ്റീവ് നമ്പേഴ്സ് ഗിവൺ ആസ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോഗ്രാമാണ്. നമുക്കിതൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് റീഡ് ചെയ്യണം, നമ്പേഴ്സ് റീഡ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ യൂട്ടിൽ പാക്കേജ്, സ്കാനർ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്റ്റാർ. ഇമ്പോർട്ട് ജാവ ഡോട്ട് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് റീഡ് ചെയ്യാൻ പറഞ്ഞത്. സോ കീബോർഡ് വഴി വേണം ആർഗ്യൂസ് റീഡ് ചെയ്യാൻ. അപ്പോൾ എന്ത് വേണം? സ്കാനർ ക്ലാസ് യൂസ് ചെയ്യണം. സോ യൂട്ടിൽ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ ക്ലാസ് എ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ string args. സോ മെയിൻ ഫംഗ്ഷൻ വരുന്നത് ക്ലാസ് എയിലാണ്. പ്രോഗ്രാം എന്ത് ചെയ്യാം? എ ഡോട്ട് ജാവ എന്നുള്ള പേരിൽ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഓക്കെ എ ഡോട്ട് ജാവ എന്നുള്ള രീതിയിൽ ഫയൽ സേവ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ലിമിറ്റ് റീഡ് ചെയ്യണം. സോ ലിമിറ്റ് ഉണ്ട്, ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും, സമ്മ് കാണണം. സം ഓഫ് എലമെൻറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. സം ഈസ് ഇനീഷ്യലൈസ്ഡ് ആസ് 0 ആൻഡ് ആവറേജ് ഈസ് ഓൾവേസ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ. സോ ആവറേജ് ഈക്വൽ ടു 0. Okay, the next step is to read the limit or size of the array. That is system dot out dot println enter the limit. Then scanner sc is equal new scanner system dot in. Then n equal to sc dot next int. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ ലിമിറ്റ് റീഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഡിക്ലെയർ ദ സൈസ് ഓഫ് ആൻ അറേ. അപ്പോൾ ജാവയിൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻറ്റ് എ ഈക്വൽസ് ന്യൂ ഇൻറ്റ് എൻ എന്നുള്ള ഫോമിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മീനിങ് എന്താ? ഹിയർ വി ആർ ഡിക്ലെയറിങ് ആൻ ഇൻറ്റജർ അറേ ഓഫ് സൈസ് എൻ ആൻഡ് ന്യൂ കീവേഡ് ഈസ് യൂസ് ടു അലോക്കേറ്റ് സ്പേസ് ഇൻ മെമ്മറി. അതിനാണ് നമ്മൾ ന്യൂ കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനാണ്. ജാവ പ്രോഗ്രാം ആയതുകൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് we have to read elements in an array. System dot out dot println
enter the elements. For I equal to 0, I less than a dot length. In order to determine the size of the array, we use the equation a dot length I plus plus. We had to read each element one by one. So a of I equals SSA dot next int, because here the input is read using command line, that is from keyboard. Next int, then find sum. Okay, after entering each element, finding sum parallelly. ഓരോ എലമെൻറ്റ് എൻ്റർ ചെയ്യുമ്പോഴും നമ്മൾ സമവും കൂടി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ആഫ്റ്റർ ദാറ്റ് ഫോർ ലൂപ്പ് പുറത്തേക്ക് എക്സിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് വി ഗോട്ട് ദ സം ഓഫ് എൻറ്റയർ എലമെൻറ്റ്സ് ഇൻ ദ അറേ. ദെൻ വി ക്യാൻ ഫൈൻഡ് ദ ആവറേജ് യൂസിങ് ഇക്വേഷൻ ആവറേജ് ഈക്വൽ ടു സം ബൈ size of the array is n system dot out dot println average equals plus avg. Okay, this is the program to find average of n numbers. Okay, now let me compile and run the program. That is java c a.java then java a. Enter the element 5, 10, 20, 30, 40, 50. Okay, then this is the normal Java program to find sum of n elements in an array. Now the question is, create a user defined exception invalid number exception. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓൾറെഡി ജാവയിലുള്ള ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസ് ആണെങ്കിൽ ട്രൈ ക്യാച്ച് വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ എക്സെപ്ഷൻ ഡിഫൈൻ ചെയ്യണം, വാട്ട് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ. സോ എക്സെപ്ഷൻസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് ത്രോ, വിച്ച് ഈസ് യൂസ് ടു ത്രോ ആൻ എക്സെപ്ഷൻ. നമ്മൾ എപ്പോഴും കസ്റ്റമൈസ്ഡ് എക്സെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ത്രോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക, അതായത് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമൽ ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസിൻ്റെ കൂടി യൂസ് ചെയ്യുക, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ത്രോ വെച്ചിട്ടാണ് പ്രോഗ്രാം സോൾവ് ചെയ്യേണ്ടത്. ട്രൈങ് ക്യാച്ചും വരും, ബട്ട് ത്രോ ആണ് നമ്മുടെ എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്രിയേറ്റ് എ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ. ഓക്കെ, അപ്പോൾ ബിഫോർ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ വി ഹാഡ് ടു ക്രിയേറ്റ് എ മെത്തേഡ് that is which return type is null void. നമുക്കിപ്പോൾ ഇൻവാലിഡേറ്റ് ആണോ വാലിഡ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ വാലിഡ് മെത്തേഡ് നെയിം കൊടുക്കുക, അല്ലെങ്കിൽ വാലിഡേറ്റ് മെത്തേഡ് നെയിം ഇൻറ്റിജർ വാല്യൂ ആണ്, അറ്റ് എ ടൈം ഒരു വാല്യൂ ആണ് പാസ് ചെയ്യുക. ഓക്കെ, ഇൻറ്റ് ചെയ്യാം. ദെൻ എപ്പോഴാണ് എക്സെപ്ഷൻ ജനറേറ്റ് ആവേണ്ടത്? നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഐദർ 0 ഓർ നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ എന്ത് കാണിക്കണം? ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് നമ്പർ എന്നുള്ള രീതിയിൽ പ്രിൻ്റ് ചെയ്ത് വരണം. ഓക്കെ, സോ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഇഫ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ നെഗറ്റീവ് നമ്പർ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്യണം. അപ്പോൾ ആ എക്സെപ്ഷൻ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ദ വേർഡ് ത്രോ ന്യൂ ആൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സെപ്ഷൻ ഏതാ? ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ.
invalid number exception not a valid number. അതായത് നമുക്ക് ഈ എക്സെപ്ഷൻ ഒക്കർ ചെയ്താൽ എന്താണോ പ്രിൻ്റ് ചെയ്ത് വരേണ്ടത് അത് ഇവിടെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. നോട്ട് എ വാലിഡ് നമ്പർ അല്ലെങ്കിൽ റൺ ടൈം മറന്നോ എന്താണ് വരേണ്ടതെന്ന് വെച്ചാൽ അത് ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. ദാറ്റ്സ് അപ്പോൺ യൂസർ ചോയ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യുക. ത്രോ ന്യൂ ഫോളോഡ് ബൈ കറസ്പോണ്ടിങ് എക്സെപ്ഷൻ നെയിം എന്താണോ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരേണ്ടത് അത്. അപ്പോൾ ഇവിടെ നമ്മളൊരു മെത്തേഡിൻ്റെ ഉള്ളിലാണ് ത്രോ എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക. ദെൻ ഇൻ വാട്ട് എവർ ചേഞ്ചസ് ഇൻസൈഡ് ദ മെയിൻ ഫങ്ഷൻ ഈസ്, ഇവിടെ ഈ ഒരു സെൻറ്റൻസിനാണ് എക്സെപ്ഷൻ ഒക്കർ ചെയ്യുക. അതായത് ഓരോ നമ്പർ എൻട്രി ചെയ്യുമ്പോൾ 0 ആണോ നെഗറ്റീവ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് എക്സെപ്ഷൻ വരിക. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏതിൻ്റെ ഉള്ളിൽ കൊടുക്കണം? ട്രൈയുടെ ഉള്ളിൽ കൊടുക്കണം. ദാറ്റ് ഈസ് ട്രൈ അതായത് നമ്പർ എവിടെയാണോ റീഡ് ചെയ്യുന്നത് അവിടെയാണ് എന്ത് ചെയ്യുക, എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എപ്പോഴും എവിടെ കൊടുക്കുക? ട്രൈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഓക്കെ, ട്രൈ. ഇനി ത്രോ എക്സെപ്ഷൻ കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യണം. അതായത് വാല്യൂ A(i)യുടെ വാല്യൂ 0 ആണോ അല്ല നെഗറ്റീവ് ആണോ. അങ്ങനെയാണെങ്കിൽ എക്സെപ്ഷനിൽ നോട്ട് എ വാലിഡ് നമ്പർ പ്രിൻറ്റ് ചെയ്ത് തരണം, എക്സെപ്ഷൻ ജനറേറ്റ് ആവും. സോ നമ്മൾ എന്ത് ചെയ്യുക? വാലിഡേറ്റ്, സാധാരണ ഫങ്ഷൻ കോൾ ചെയ്യുന്ന പോലെ തന്നെ വാലിഡേറ്റ് A(i) കോൾ ചെയ്യാം. ഓക്കെ, ട്രൈ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ക്യാച്ച്, അതിൻ്റെ സിൻടാക്സിലൊന്നും മാറ്റില്ല. ക്യാച്ച് എക്സെപ്ഷൻ എക്സെപ്ഷൻ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുക. system.out.println പ്രിൻ്റ് ചെയ്യാനുള്ളത് ഓൾറെഡി നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഡബിൾ കോട്ട്സ് കൊടുക്കേണ്ട കാര്യമില്ല. system.out.println എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അതവിടെ കൊടുക്കുക. ഇനിയിപ്പോൾ ഇൻ കേസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നോട്ട് എ വാലിഡ് നമ്പർ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് വരും. ഇങ്ങനെയാണ് ചേഞ്ചസ് വരിക. ക്ലിയർ ആണോ? അതായത് നമ്മളൊരു യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിൽ ട്രൈയുടെ ഉള്ളിൽ എന്താണോ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് കൊടുത്തു. ക്യാച്ചിൽ ആ എക്സെപ്ഷൻ ക്യാച്ച് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. ഓക്കെ, നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ദർ ഈസ് ആൻ എറർ. എന്താ പറയുന്നത്? നോൺ സ്റ്റാറ്റിക് മെത്തേഡ് വാലിഡേറ്റിൻ്റെ കനോട്ട് ബി റെഫറൻസ്ഡ് ഫ്രം എ സ്റ്റാറ്റിക് കോണ്ടെക്സ്റ്റ് ബിക്കോസ് നമ്മൾ ഈ വാലിഡേറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ മെയിൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, വാലിഡേറ്റ് നോൺ സ്റ്റാറ്റിക് ആണ്. അങ്ങനെ റെഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എറർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ ത്രോ ഏത് മെത്തേഡിൻ്റെ ഉള്ളിലാണോ കൊടുക്കുന്നത് ദാറ്റ് മെത്തേഡ് ഈസ് ഓൾവേസ് ഡിക്ലെയർഡ് ആസ് എ സ്റ്റാറ്റിക് മെത്തേഡ്. ഓക്കെ, then there is still another error, that is unreported exception invalid number exception must be caught on declared to be thrown. അത് നമ്മൾ ഈ ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ എന്ന് പറയുന്നതിന് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാ? ഒരു എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ വി യൂസ് ദ കീവേഡ് ത്രൂസ്. എവിടെ കൊടുക്കണം? മെത്തേഡ് നെയിം കഴിഞ്ഞ പാട് ത്രൂസ് എന്താണോ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട മെത്തേഡ് ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ ഏതാണോ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട മെത്തേഡ് അതവിടെ ഡിക്ലെയർ ചെയ്യുക. അതിൻ്റെ ഇനീഷ്യലൈസേഷനാണ് നമ്മളിവിടെ ത്രോ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയും പറയാം. ഈ ത്രോസ് യൂസ് ചെയ്ത് എക്സെപ്ഷൻ ഡിക്ലെയർ ചെയ്യും, ത്രോ യൂസ് ചെയ്ത് കറസ്പോണ്ടിങ് എക്സെപ്ഷനെ ത്രോ ചെയ്യും. ദെൻ ചെക്ക് ഇറ്റ്. Unreported exception invalid number exception must be caught or declared to be thrown. ഓക്കെ, അപ്പോൾ ഈ ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ ആണ്. അപ്പോൾ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ടെയിൽ എൻഡും ഉണ്ട്. ജാവ അത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു
റെപ്രസെൻറ്റ് ഇറ്റ് ആസ് എ ഡിറൈവ്ഡ് ക്ലാസ്, അതായത് ഡിറൈവ്ഡ് ക്ലാസ് ഓഫ് എക്സെപ്ഷൻ ക്ലാസ് വിച്ച് ഈസ് ടു ബി ഡിറൈവ്ഡ് ഫ്രം ദ ജാവ IO എക്സെപ്ഷൻ ക്ലാസ്. എക്സെപ്ഷന് ഡിറൈവ് ചെയ്തൊരു ക്ലാസ്സാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. അതിന് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻഹെറിറ്റ് ചെയ്യുന്ന കോഡ് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി. അതായത് ഇപ്പം നമുക്ക് വന്ന എററിൽ എന്താ പറയുന്നത്, അൺസപ്പോർട്ടഡ് എറർ തന്നെയാണ്. ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ എന്ന് പറയുന്ന ക്ലാസ് ജാവയിൽ അവൈലബിൾ അല്ല. അത് യൂസർ ഡിഫൈൻഡ് ക്ലാസ് ആവണമെങ്കിൽ, അത് ഈ ട്രൈ ക്യാച്ച് ത്രോ എന്ന് പറയുന്ന കീവേഡ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എക്സെപ്ഷൻ ക്ലാസ്. അത് നമ്മൾ പ്രോഗ്രാമിൽ കാണിക്കണം. അതായത് ക്ലാസ് ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ extends exception, that is which is derived from an exception class, so it belongs to Java exception class as part of Java exceptions. അപ്പോൾ ഇനി എക്സെപ്ഷൻ്റെ എല്ലാ മെത്തേഡ്സും ഇതിന് കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ എക്സെപ്ഷൻ്റെ ക്ലാസ്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് കൺസ്ട്രക്ടർ ആയിരിക്കും. ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്, ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ. ഓക്കെ, ആർഗ്യുമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ആയിട്ട് തന്നെ കൊടുത്താൽ മതി. ബൈ യൂസിങ് സൂപ്പർ കീവേഡ്, വേറെ ഒരു സാധനങ്ങളും കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഏത് പ്രോഗ്രാം ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എക്സെപ്ഷനെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിക്കണം. പിന്നെ ഈ ഒരു ഏതെങ്കിലും ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്ത് കറസ്പോണ്ടിങ് കണ്ടീഷനും ചെക്ക് ചെയ്യുക. ത്രോസ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യുക, ത്രോ വെച്ചിട്ട് യൂസ് ചെയ്യുക, ദെൻ ട്രൈയുടെ ഉള്ളിൽ ആ മെത്തേഡിനെ കോൾ ചെയ്യുക. ഇതെല്ലാ പ്രോഗ്രാമിനും കോമൺ ആണ്. നമുക്ക് ലോജിക് അറിയെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോഡ്സ് മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതുള്ളൂ, ഒന്നും ചേഞ്ച് ഇല്ല. പക്ഷേ ഇവിടെ ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ എന്ന് പറയുന്നതിനൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് വിച്ച് ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്. സോ ഇവിടെ എന്തായിട്ട് പാരാമീറ്റർ കൺസ്ട്രക്ടർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് സ്ട്രിങ് W ആൻഡ് സൂപ്പർ W. അപ്പോൾ ബേസ് ക്ലാസ്സിലെ എക്സെപ്ഷനുള്ള മെത്തേഡിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോക്ക് ചെയ്തോളും. സൂപ്പർ കീവേഡ് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, സബ് ക്ലാസ് കൺസ്ട്രക്ടർ വിച്ച് ഇൻവോക്സ് ദ സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടേഴ്സ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ആർഗ്യുമെൻറ്റ്സ് വന്നത് മനസ്സിലായല്ലോ. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്ത കൺസ്ട്രക്ടറിൽ സ്ട്രിങ് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെയും നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് 1 ആയിരിക്കും വിച്ച് ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്. സോ സൂപ്പർ W. ഓക്കെ, ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എല്ലാ എറേഴ്സും റിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. 5 ഞാനിപ്പോൾ 10 കൊടുത്തു, എക്സെപ്ഷൻ ഒന്നും അറിയില്ല. 20 കൊടുത്തു, 0 കൊടുക്കുമ്പം കാണിക്കും ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ, നോട്ട് എ വാലിഡ് നമ്പർ. ഈ ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷനിൽ പ്രിൻറ്റ് ചെയ്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്യാച്ചിൻ്റെ ഉള്ളിൽ system.out.println എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന എക്സെപ്ഷനെ ക്യാച്ച് ചെയ്യും, അതാണ് ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ. ഇനി നോട്ട് എ വാലിഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ആ കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ കൊടുത്ത കാര്യം പാരാമീറ്റർ, ആ പാരാമീറ്ററാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഇനി ഞാൻ 23 കൊടുത്തു, -1 ഇൻവാലിഡ് എക്സെപ്ഷൻ, നോട്ട് എ വാലിഡ് നമ്പർ. ഓക്കെ, പക്ഷെ എന്നാലും റിസൾട്ട് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മളെ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏത് ജാവ പ്രോഗ്രാം യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. ആ ക്ലാസ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് നമ്മളോട് ഏത് എക്സെപ്ഷനാണോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ. സോ ക്ലാസ് ആ എക്സെപ്ഷൻ നെയിം എക്സ്റ്റെൻസ് എക്സെപ്ഷൻ, ദെൻ ഇൻവാലിഡ് നമ്പർ എക്സെപ്ഷൻ. നമുക്ക് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്ട്രിങ് തന്നെയായിരിക്കും ഓൾവേസ് പാരാമീറ്റർ. ഇനിയെല്ലാം നിങ്ങൾക്കൊന്നും കൊടുക്കുന്നുണ്ടെങ്കിൽ നൾ പാരാമീറ്റർ ആയിട്ട് തന്നെ കൊടുത്താൽ മതി. അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് സൂപ്പർ കീവേഡ് ആയിരിക്കും. ഓക്കെ,
പിന്നെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ മുന്നായിട്ട് വി ഹാഡ് ടു ഡിഫൈൻ എ മെത്തേഡ് വിച്ച് ചെക്ക് ദ കറസ്പോണ്ടിങ് എക്സെപ്ഷൻ ഒക്കേർഡ് ഓർ നോട്ട്. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം ആ മെത്തേഡ്. റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയിരിക്കണം. മെത്തേഡ് നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ആർഗ്യുമെൻറ്റും നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എത്രയാണ് കണ്ടീഷൻസ് പറയുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടിരിക്കും. നമുക്കിപ്പോൾ അറ്റ് എ ടൈം ഒരു ഇൻഡിജർ നമ്പർ ചെക്ക് ചെയ്യേണ്ടു. സോ മെത്തേഡിൻ്റെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് 1 ആയിരിക്കും. അപ്പോൾ ബിഫോർ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് മുമ്പിൽ വി ഹാവ് ടു ഡിക്ലെയർ ദ കറസ്പോണ്ടിങ് എക്സെപ്ഷൻ യൂസിങ് ത്രൂസ്. അപ്പോൾ മെത്തേഡ് നെയിം പാരാമീറ്റർ ലിസ്റ്റ് കഴിഞ്ഞ പാടെ ത്രൂസ് എക്സെപ്ഷൻ നെയിം കൊടുക്കുക. ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്ത് എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ്റെ ഉള്ളിൽ വേണം എന്ത് കൊടുക്കാൻ, ത്രോ ന്യൂ കറസ്പോണ്ടിങ് എക്സെപ്ഷൻ ഫോളോഡ് ബൈ പാരാമീറ്റേഴ്സ്. ഇനി മെയിനിൻ്റെ ഉള്ളിൽ എല്ലാം സെയിം തന്നെ, പക്ഷേ ഏത് സ്റ്റേറ്റ്മെൻറ്റാണോ എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൈ റൂളിൽ കൊടുക്കണം. ട്രൈ റൂളിൽ നിന്ന് കൊണ്ട് തന്നെയാണ് നമ്മൾ ത്രോ ഡിഫൈൻ ചെയ്തിട്ടുള്ള മെത്തേഡിനെ കോൾ ചെയ്യേണ്ടത്. കറസ്പോണ്ടിങ് ക്യാച്ചിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പ്രിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ക്യാച്ചിൻ്റെ ഉള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം ഈ കൊടുത്താൽ കറസ്പോണ്ടിങ് എക്സെപ്ഷൻ ഏതാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത എക്സെപ്ഷൻ തന്നെയാണ് പ്രിൻ്റ് ചെയ്ത് വരും. ഇസ് ഇറ്റ് ക്ലിയർ? ദിസ് ഈസ് ദ പ്രോഗ്രാം യൂസിങ് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ. ഇത് തന്നെയായിരിക്കും, ഇതേ ടെംപ്ലേറ്റ് തന്നെയായിരിക്കും എല്ലാ ജാവ പ്രോഗ്രാംസും ഉണ്ടാവുക. യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ജാവ പ്രോഗ്രാംസിനും ഉണ്ടാവുക. അതല്ല അരിത്മെറ്റിക് എക്സെപ്ഷനാണ്, നമുക്ക് ഓൾറെഡി ജാവയിലുള്ള എക്സെപ്ഷൻസാണ് ത്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കണ്ടീഷൻസ് വെച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ചെയ്താൽ മതി. അത് ഓൾറെഡി എക്സ്റ്റൻഷൻ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത ക്ലാസ്സാണ്, എക്സെപ്ഷൻ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത ക്ലാസ്സാണ്. പിന്നെ അതിന് ആദ്യം ഡിറൈവ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യുന്ന എക്സെപ്ഷൻ ആണെങ്കിൽ മാത്രമേ ഡിറൈവ് ചെയ്യേണ്ടൂ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് the exception handling.